ഹർഷ, വെള്ളാപ്പള്ളി നടേശന് ഒരു പത്മ അവാർഡ് കിട്ടിയതോടെ, ഒരു പത്മഭൂഷൺ കിട്ടിയതോടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ നാട്ടിലുണ്ടാകുന്നത്? പലർക്കും പരാതി ഉണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ SNDP-യിൽ നിന്ന് തന്നെ ഒരു പരാതി, അതും രാഷ്ട്രപതിക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ രാഷ്ട്രപതി കൊടുത്ത മറുപടി ഇതാണ്: നിങ്ങൾ വേണ്ട വിധത്തിൽ അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നൊക്കെ. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയതാണ് ഇവിടുത്തെ പ്രശ്നം. അതെ, വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓരോ അവാർഡ് നൽകുമ്പോഴും അതിൻ്റെതായ ഒരു അർഹതപ്പെട്ട ആളുകൾക്ക് കയ്യിലെത്തിയാൽ മാത്രമാണ് ഒരു അവാർഡിന് അതിന്റെ ഒരു വിലയുള്ളൂ. ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് അവാർഡ് ലഭിക്കുമ്പോൾ അതോടൊപ്പം ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടിക്കും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും ഉൾപ്പെടെയുള്ളവർക്കായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന അവാർഡുകൾ ലഭിക്കുമ്പോൾ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചതിനോട് ഒരു അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമൂഹമാണ് ഇന്നിപ്പോൾ നമ്മുടെ ഒരു ചുറ്റുമുള്ളത് എന്നുള്ളത്. നമ്മൾ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. വെള്ളാപ്പള്ളിക്ക് എന്തിനീ ഒരു അവാർഡ് ലഭിച്ചു എന്നുള്ള ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം SNDP പോലെ ഈ പറയുന്ന SNDP-യുടെ നേതാവിന് ലഭിച്ച അവാർഡ് SNDP പോലും അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതിനപ്പുറത്തേക്ക് പ്രധാനമായും വെള്ളാപ്പള്ളിയുടെ കുഴി വെള്ളാപ്പള്ളി തന്നെ തോണ്ടി എന്നൊക്കെ പറയേണ്ടി വരും. ഇതിനു മുൻപ് തനിക്ക് അവാർഡ് ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ ചില പ്രസ്താവനകൾ ഇപ്പോൾ വീണ്ടും അത് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു അവാർഡ്, പത്മ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അവാർഡ് പത്മഭൂഷൺ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു അറിവ് വന്നതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തോട് അന്ന് നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അന്ന് അതായിരുന്നു അവസ്ഥ എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അദ്ദേഹം പറയുന്നത് പത്മഭൂഷണൊക്കെ വലിയ വിലയുണ്ടോ, അതെല്ലാം കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനായിട്ട് മാറിയില്ലേ, അതൊക്കെ അന്നുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം, തരാന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങിക്കില്ല. അതായത് ഇപ്പോൾ ഏത് പട്ടിക്ക് വേണമെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ നമ്മൾ പോലും ചോദിച്ചിരുന്നു, ഇനിയിപ്പോൾ ഇത് വാങ്ങാൻ കേന്ദ്രത്തിലേക്ക് അങ്ങ് ഡൽഹിയിലേക്ക് പോകുന്നത് ഇദ്ദേഹത്തിന്റെ ഏത് പട്ടിയാണ് എന്നുള്ളത് നമ്മൾ പോലും ചോദിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെ, ഇപ്പോൾ രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കുന്നത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇത്രയും വർഗീയത പറയുന്ന ഒരു മനുഷ്യനെ എങ്ങനെയാണ് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളിലൊന്നായ പത്മഭൂഷൺ നൽകി ആദരിക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്ന ഒരാൾക്കെതിരെയും ഇത്തരത്തിൽ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതമോ വേറൊന്നുമല്ല. ആദ്യം പറഞ്ഞ കാര്യത്തിന് ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നത്. അതെ, ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി. നമുക്കറിയാം, നമുക്കൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് വർഗീയത മാത്രമായിരുന്നു. മലപ്പുറത്തിനെതിരെ പരാമർശം നടത്തുന്നു, മുസ്ലിമുകൾക്കെതിരെ പരാമർശം നടത്തുന്നു, അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പരാമർശങ്ങൾ നടത്തുന്നു, വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ടാമത്, ക്രിമിനൽ പരാതികളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ BDJ's-ന്റെ ഒരു ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സണുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, മുന്നിൽ വരുന്ന, തനിക്ക് മുകളിൽ വളർന്നു വരുന്ന ആരെയും വെട്ടി വീഴ്ത്താൻ ഒരു മടിയും ഇല്ലാത്ത ആളാണ് വെള്ളാപ്പള്ളി എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തനിക്കെതിരെ ശബ്ദമുയർത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ തന്നെക്കാൾ മുകളിൽ വരും, തന്നെക്കാൾ വളർന്നു എന്ന് തോന്നുന്ന ആൾക്കാരെ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ തീർക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. ഇതിനൊന്നും ഈ പറയുന്ന പോലെ തെളിവുകൾ ഉണ്ടായിരിക്കില്ല, തെളിയിക്കാൻ കാരണങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഒരാൾ ഇത് പറയുമ്പോൾ അതിനൊരു വാലിഡിറ്റി, ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ പറയുന്ന ഒരു വാലിഡിറ്റി ഉണ്ടാകും എന്നുള്ളൊരു സാധനമുണ്ടല്ലോ. അതുപോലെ തന്നെ ഇദ്ദേഹം സാഹിത്യപരമായി എഴുതുന്ന വർക്ക്സ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പുസ്തകങ്ങൾക്ക് വേണ്ടി എഴുതുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിക്കിൾ എഴുതുന്നു. ഇതൊന്നും അദ്ദേഹം അല്ല എഴുതുന്നതെന്ന് ഈ BDJ's-ന്റെ വക്താവ് പറയുന്നുണ്ട്. ഇത് അറിയാവുന്ന വേറെ ആരൊക്കെയോ എഴുതി കൊടുക്കുന്ന സാധനം കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഈ അവാർഡ് കിട്ടിയെന്ന് നമ്മളും ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പൊതുജനം ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്ത് കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോഴാണ് നമ്മൾ മറ്റേ ഈ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ വോട്ട് രാഷ്ട്രീയത്തിലേക്ക് കാൽവെക്കേണ്ടി വരുന്നത്. കാരണം ഈഴവ വോട്ട് സമാഹരണത്തിന് BJP-യുടെ തന്ത്രമാണോ ഇത്? ഇപ്പൊ നമുക്കറിയാം, BJP-യുമായി ചേർന്ന് പോകുന്ന ഒരു പാർട്ടിയാണ് BDJs. കേരളത്തിൽ പിണറായിയെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ പോലും BJP-ക്കൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഈഴവ വോട്ടുകളുടെ സമാഹരണം തന്നെയാണോ കേന്ദ്രം ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടി വരുന്നത് അവിടെയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ മേഘ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് വെള്ളാപ്പള്ളിക്ക് മുകളിൽ ആര് വളർന്നാലും ദാക്ഷിണ്യമില്ലാതെ ഇല്ലാതാക്കി കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് തെളിവുകളില്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയുടെ നാവിൽ നിന്ന് വന്ന, അതായത് വാ തുറന്നാൽ വിഷം മാത്രം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശന്റെ നാവിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. പലരും കൊല്ലാൻ ശ്രമിച്ചു, പക്ഷെ കൊല്ലാൻ ശ്രമിച്ചവരെല്ലാവരും ചത്തുപോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നേരിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ തന്റെ വളർച്ചയേക്കാൾ മുകളിൽ വരാൻ ശ്രമിക്കുന്നതായിട്ടുള്ളവരായിരിക്കാം. ഇദ്ദേഹം തന്നെ കൃത്യമായി ഇദ്ദേഹം എന്തായിരുന്നു എന്നുള്ളത് പലപ്പോഴായി പലയിടങ്ങളിലായി തുറന്നു പറയുന്നുണ്ട്. ഇയാളുടെ ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ ഇയാളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത്. അത് ഈ മലപ്പുറം പരാമർശം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പല രീതിയിൽ വർഗീയത തുപ്പിക്കൊണ്ട് അല്ലെങ്കിൽ പലപ്പോഴായി പലരെയും വർഗീയമായി ആക്ഷേപിച്ചു കൊണ്ടുവരുന്ന ഒരു നിലവാരമില്ലാത്ത, ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു സാമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കാൻ സാധിക്കുന്ന ഒരാളല്ല വെള്ളാപ്പള്ളി എന്ന് പലപ്പോഴുമായി അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇവിടെ ഇത്രയും വലിയൊരു അവാർഡ് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ പരമോന്നത ബഹുമതി ലഭിക്കുമ്പോൾ അത് എന്തിനെ എന്നുള്ളത് കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും പറയണം എന്നുള്ള അല്ലെങ്കിൽ പറയാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. വെള്ളാപ്പള്ളിയുടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ധാർഷ്ട്യം എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട് അദ്ദേഹത്തിന്. എന്തൊരു ധാർഷ്ട്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഒരു റിപ്പോർട്ടറിന്റെ ഒരു മാധ്യമ പ്രവർത്തകനോട് കാണിക്കുന്ന ചേഷ്ടകളൊക്കെ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിനുള്ള ഒരു ഡോമിനേറ്റിംഗ് പവർ, പുള്ളി ഡോമിനേറ്റിംഗ് ആണ് എന്നുള്ള പുള്ളിക്ക് തന്നെയുള്ള തോന്നൽ. അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ഉത്തരം പറയേണ്ട കാര്യമില്ല, നീ ആരാ ചോദിക്കാൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ കാണാറുണ്ട്. അതെ, അതോടൊപ്പം പറഞ്ഞൊരു കാര്യം കൂടെ നമ്മൾ വിട്ടുപോകരുത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ന്യായീകരണത്തിൽ വന്നപ്പോൾ അയാളുടെ അച്ഛന്റെ പ്രായമില്ലേ എനിക്ക്, പിന്നെ എന്നോട് ഇങ്ങനെ പറയാൻ സാധിക്കുമോ? അദ്ദേഹത്തെ ജിഹാദി എന്ന് വിളിച്ചതിന് ശേഷമാണ് അച്ഛന്റെ പ്രായം ഉണ്ടെന്ന് പറയുന്നത്. എല്ലാ തരത്തിൽ നമ്മൾ ചിന്തിച്ചാലും ഇപ്പൊ 21-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉള്ള ഒരാളാണ് വെള്ളാപ്പള്ളി. അതുകൊണ്ട് തന്നെയാണ് വിമർശനങ്ങൾക്ക് അദ്ദേഹം വിധേയനാകുന്നതും. എന്തുകൊണ്ട് എന്ന ചോദ്യം ഇപ്പോൾ കേന്ദ്രത്തിന് അതിനൊരു ഉത്തരവുണ്ടെങ്കിൽ ഉത്തരം തരൂ. ഇപ്പോൾ രാഷ്ട്രപതി അന്വേഷണത്തിന് അറിയിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നടപടി എടുക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഈ പത്മ അവാർഡ്സ് ഡിക്ലെയർ ചെയ്യുന്ന ക്വാളിറ്റി കൗൺസിലൊക്കെ ഇതിന്റെ അന്വേഷണത്തിൽ തന്നെ, അന്വേഷണം ഇൻ ദ സെൻസ് അതിനുശേഷമുള്ള ഡേറ്റ കളക്ഷനും അതുപോലെ എങ്ങനെയാണ് പൊതുജനത്തിന്റെ ഫീഡ്ബാക്ക് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ അവർ വിശദമായ പഠനം നടത്തുന്നുണ്ട്. അതെ, ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന പത്മഭൂഷൺ പിൻവലിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ അന്ന് വെള്ളാപ്പള്ളി പറയാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴേ ഊഹിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരൊക്കെയോ പൈസ കൊടുത്ത് എനിക്ക് ലഭിച്ച അവാർഡിനെ മുക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇത്രയും വർഗീയത മാത്രം ചിന്തിക്കുന്ന എന്നെ പോലെയുള്ളവരെ വളരാൻ അനുവദിക്കാത്ത ആരൊക്കെയോ ആണ് തലപ്പത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് എന്റെ അവാർഡ് തിരിച്ചെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ പറയുന്ന അവാർഡുകളെയും അല്ലെങ്കിൽ അവാർഡ് നൽകുന്ന സംവിധാനങ്ങളെയും എല്ലാം കുറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതിലും മതവും ജാതിയും കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ ഞാനൊരു ഈഴവ സമുദായത്തിലുള്ള ഒരാളായതുകൊണ്ടാണ് എനിക്ക് ഒരു അവാർഡ് തന്നിട്ട് തിരിച്ചെടുത്തത്, എന്നെ പോലെയുള്ളവർക്ക് അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവരെ വളരാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. എന്തിനും അദ്ദേഹത്തിന് ന്യായമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അദ്ദേഹത്തിന് ന്യായങ്ങൾ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പോലും അതിനെ വിശ്വസിക്കാൻ സാധിക്കാത്തൊരു നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ജനങ്ങളെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം. ജനങ്ങൾ അത്രത്തോളം ആരാധനയോടുകൂടി അല്ലെങ്കിൽ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന VS അച്യുതാനന്ദന് ലഭിച്ചിരിക്കുന്ന അവാർഡ് അന്ന് നമ്മൾ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇന്നിപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് ലഭിക്കുമ്പോൾ അദ്ദേഹം അത് അംഗീകരിക്കുമായിരുന്നു എന്നുള്ളത്. അതിനുള്ള ഉത്തരവ് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയെ പോലെയുള്ളവർക്ക് നൽകിയ അവാർഡ് തനിക്കും നൽകുമ്പോൾ തന്റെ നിലവാരം അത്രത്തോളം താഴ്ന്നു പോകുമെന്നുള്ള ആ ഒരു കാരണം കൊണ്ട് ഒരിക്കലും അദ്ദേഹം അത് സ്വീകരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ അത് തന്നെയാണ് ജനങ്ങളും പറഞ്ഞു വെക്കുന്നത്. ഇത്രയും വലിയ ജനങ്ങൾ ആരാധനയോടുകൂടി കാണുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ലഭിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ജനങ്ങൾ അവജ്ഞയോടുകൂടി കാണുന്ന ഒരു സമുദായ നേതാവ്, അവരുടെ സമുദായത്തിന് പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ടിരുന്ന NSSമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐക്യം ചേരുകയും ഇനിയിപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ പറയുന്നത് പോലെ അവാർഡ് ലഭിച്ചപ്പോൾ NSSന്റെ നേതാവായിട്ടുള്ള ജി സുകുമാരൻ നായർ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും തമാശ രൂപേണ ചോദിച്ചൊരു ചോദ്യമായിരുന്നു അദ്ദേഹത്തിന് കുശുമ്പായതുകൊണ്ടാണോ എന്നുള്ളത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇതിനു പിന്നിൽ എന്തോ മറ്റൊരു അജണ്ടയുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യം സുകുമാരൻ നായർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു മാനുഷികമായ തോട്ട്സ് ആയിരിക്കാം. ഇപ്പൊ വെള്ളാപ്പള്ളിക്ക് വരെ കിട്ടി, പിന്നെന്താ എനിക്ക് കിട്ടാത്ത എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അറിയാമായിരിക്കാം എന്ത് മാനദണ്ഡം വെച്ചാണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാളെ ഈ ഒരു അവാർഡിന് അർഹനാക്കിയത് എന്നുള്ളത്. കേന്ദ്രം തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുമായിരിക്കണം.